ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭകാലത്തെ ഒഴിവാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ്. ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗർഭകാലം. ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുന്നതും ഗുണകരമല്ലാത്ത ഭക്ഷണശീലങ്ങളും അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ആപത്താണ്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ഗർഭകാലത്ത് കഴിക്കേണ്ടത്. ചില ഭക്ഷണങ്ങൾ ഗർഭിണിയെ ദോഷകരമായി ബാധിക്കുകയും ഗർഭം അലസുന്നതിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. നമുക്ക് ഗർഭിണികൾ ഒഴിവാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തെ ഫുഡ് കാപ്പി. പലർക്കും ഒഴിച്ചുകൂടാനാവാത്ത പാനീയങ്ങളിലൊന്നാണ് കാപ്പി. ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ പെട്ടെന്ന് തന്നെ പ്ലാസെന്റയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ഭ്രൂണത്തിലെത്തുകയും ഇത് ഭ്രൂണ വളർച്ചയെ തടയുകയും ചെയ്യും. അതിന്റെ ഫലമായി കുഞ്ഞിന് തൂക്കക്കുറവ് അനുഭവപ്പെടുമെന്നും പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ചില സന്ദർഭങ്ങളിൽ കഫീൻ ഗർഭം അലസിപ്പോകാനും കാരണമായേക്കാം. കഫീൻ കൂടുതൽ അളവിൽ ശരീരത്തിലെത്തിയാൽ ഗർഭിണികളിൽ ഹൃദയമിടിപ്പ് കൂട്ടുന്നതിനും അസിഡിറ്റി ഉണ്ടാക്കുന്നതിനും സാധ്യതയുണ്ട്. കൂടാതെ കഫീൻ ഗർഭിണിയുടെ ശരീരത്തിൽ മൂത്രത്തിന്റെ അളവ് കൂട്ടുക വഴി ശരീരത്തിന് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം ഉണ്ടാക്കാനും കാരണമാകും. അതുപോലെ കഫീനിൽ അടങ്ങിയിരിക്കുന്ന ഫിനോൾ ശരീരം ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കാപ്പി മാത്രമല്ല, കഫീൻ അടങ്ങിയ കാപ്പി, ചായ, ചോക്ലേറ്റ്, കൊക്കോ ചേർത്തിട്ടുള്ള കേക്ക്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവയെല്ലാം ഗർഭിണികൾ ആദ്യ 3 മാസങ്ങളിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി ദിവസവും കാപ്പി കുടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈറ്റായിട്ട് 1-2 കപ്പ് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 കപ്പിൽ കൂടുതലാകരുത്. രണ്ടാമത്തെ ഫുഡ് മുളപ്പിച്ച വേവിക്കാത്ത പയറുവർഗ്ഗങ്ങൾ. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്ക് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും ഗർഭിണികളുടെ ഭക്ഷണത്തിൽ ഇത് അനുയോജ്യമല്ല. കാരണം പയറുവർഗ്ഗങ്ങൾ മുളപ്പിക്കാൻ വെക്കുമ്പോൾ അതിൽ സാൽമോണല്ല എന്ന ബാക്ടീരിയ ഉണ്ടാകും. വിത്തിനുള്ളിൽ കഴിയുന്നതിനാൽ നന്നായി കഴുകിയാലും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ സാധ്യമല്ല. നന്നായി പാകം ചെയ്താൽ മാത്രമേ ഈ ബാക്ടീരിയ നശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ നന്നായി പാകം ചെയ്തതിനു ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഫുഡ് പൈനാപ്പിൾ. വിറ്റാമിനുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് പൈനാപ്പിൾ. എന്നാൽ ഗർഭകാലത്ത് പൈനാപ്പിൾ അമിതമായി കഴിക്കുന്നത് ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിന് കാരണമാക്കുകയും ഇത് ഗർഭം അലസലിന് വരെ കാരണമായേക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമിലൈൻ എന്ന എൻസൈം ഗർഭാശയ മുഖം മയപ്പെടുത്താനും അകാല പ്രസവം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഗർഭകാലത്ത് ഒഴിവാക്കുകയോ മിതമായി കഴിക്കുകയോ ആകാം. അഞ്ചാമത്തെ ഫുഡ് മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ. മെർക്കുറിയുടെ അളവ് കൂടുതൽ അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് ഗർഭിണിയായ സ്ത്രീകൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ദോഷകരമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ഇത് ബാധിക്കും. സ്രാവ്, ട്യൂണ, ഐക്കോറ, തെരണ്ടി തുടങ്ങിയവയിലെല്ലാം മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ മാസത്തിൽ 2 തവണയിൽ കൂടുതൽ കഴിക്കരുത്. എന്നാൽ കുഞ്ഞിന് ആവശ്യമുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡിന്റെ കലവറയാണ് മറ്റു മത്സ്യങ്ങൾ. നാലാമത്തെ ഫുഡ് പപ്പായ. പപ്പായക്കും ആരോഗ്യ ഗുണങ്ങൾ വളരെയേറെയാണ്. ഗർഭം അലസാൻ സാധ്യതയുള്ള പെപ്പൈൻ എന്ന രാസപദാർത്ഥം പപ്പായയിൽ അടങ്ങിയതിനാൽ ഇത് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം. പച്ച പപ്പായയിലാണ് ഈ രാസപദാർത്ഥം അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലപോലെ പഴുത്ത പപ്പായ മിതമായ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പെപ്പൈൻ എന്ന എൻസൈം ഗർഭപാത്രം സങ്കോചിപ്പിക്കാൻ കാരണമാവുകയും ഇതുവഴി ഗർഭമലസാനും സാധ്യതയുണ്ട്. പ്രസവ സമയത്തുണ്ടാകുന്ന വേദന പോലെ കഠിനമായ വേദനയും ഗർഭിണികളിൽ അനുഭവപ്പെടാം. ആറാമത്തെ ഫുഡ് പാകം ചെയ്യാത്ത മുട്ട. ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുന്ന സാൽമോണല്ല എന്ന ബാക്ടീരിയ പാകം ചെയ്യാത്ത മുട്ടയിൽ അടങ്ങിയതിനാൽ ഗർഭിണികൾ ഇത് കഴിച്ചാൽ അണുബാധ ഉണ്ടാകാൻ കാരണമാകും. വയറുവേദന, ഛർദി, ഓക്കാനം, പനി തുടങ്ങിയവയാണ് അണുബാധയുടെ ലക്ഷണങ്ങൾ. മയോണൈസ്, ഐസ്ക്രീം, കേക്ക് എന്നിവയിൽ വേവിക്കാത്ത മുട്ട ചേർക്കുന്നതിനാൽ ഇവയും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഹാഫ് ബോയിൽഡ് എഗ്ഗ്, ബുൾസൈ തുടങ്ങിയ വിഭവങ്ങളും ഗർഭകാലത്ത് ഒഴിവാക്കേണ്ടതാണ്. ഏഴാമത്തെ ഫുഡ് പാലും പാലുൽപ്പന്നങ്ങളും. പാൽ പ്രോട്ടീൻ്റെയും ധാതുക്കളുടെയും കലവറയാണെങ്കിലും ഗർഭകാലത്ത് തിളപ്പിച്ച പാൽ മാത്രമേ കുടിക്കാവൂ. വീടുകളിൽ നിന്ന് പാൽ വാങ്ങുന്നവരാണെങ്കിൽ നന്നായി തിളപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. കടകളിൽ നിന്ന് പാൽ വാങ്ങുകയാണെങ്കിൽ കവറിൻ്റെ പുറത്ത് പാസ്ചറൈസ്ഡ് മിൽക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുക.
അതുപോലെ ശുദ്ധീകരിക്കാത്ത പാലിൽ നിന്നുണ്ടാക്കുന്ന മയമുള്ള വെണ്ണയും ഗർഭകാലത്ത് കഴിക്കരുത്. വെണ്ണ കഴിക്കണമെങ്കിൽ ശുദ്ധീകരിച്ച പാലിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക. ശുദ്ധീകരിക്കാത്ത പാലിന്റെ ഉപയോഗം ലിസ്റ്റീരിയോസിസ് എന്ന അസുഖത്തിന് കാരണമാകും. ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയുമാണ് ഇത് പെട്ടെന്ന് ബാധിക്കുന്നത്. 8ാമത്തെ ഫുഡ്, ജങ്ക് ഫുഡ്സ്. ഗർഭകാലത്ത് ജങ്ക് ഫുഡ്സ് പൂർണ്ണമായും ഒഴിവാക്കണം. കൃത്രിമ നിറത്തിനും മണത്തിനും രുചിക്കുമായി നിരവധി രാസപദാർത്ഥങ്ങൾ ഇതിൽ ചേർക്കുന്നതിനാൽ ഇത് കുഞ്ഞിന് ഏറെ ദോഷം ചെയ്യും. കൂടാതെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് മലബന്ധവും അമിതഭാരത്തിനും കാരണമാകും. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡും ഹോട്ടൽ ഫുഡും എല്ലാം ഗർഭകാലത്ത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. 9ാമത്തെ ഫുഡ്, ജ്യൂസുകൾ. വൃത്തിയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പഴച്ചാറുകൾ മാത്രമേ കുടിക്കാവൂ. പല കടകളിലും ജ്യൂസുകൾ സൂക്ഷിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരിക്കും. അതുപോലെ പാക്കറ്റ് ജ്യൂസുകളിൽ കൃത്രിമ നിറങ്ങൾ, പ്രിസർവേറ്റീവ്സ് തുടങ്ങിയവ ധാരാളം അടങ്ങിയതിനാൽ ഇതും പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം ഇവയിലെല്ലാം സാൽമോണല്ല, ഈക്കോളൈ തുടങ്ങിയ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 10ാമത്തെ ഫുഡ്, കരളും കരളുൽപ്പന്നങ്ങളും. ആദ്യ 3 മാസങ്ങളിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങളിലൊന്നാണ് കരളും കരളുൽപ്പന്നങ്ങളും. ഇവയിൽ വൈറ്റമിൻ എയുടെ അളവ് കൂടുതലായതിനാൽ ഇത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും. 11ാമത്തെ ഫുഡ്, പാകം ചെയ്യാത്ത ഭക്ഷണം. പാകം ചെയ്യാത്ത അല്ലെങ്കിൽ പകുതി വെന്തതുമായ ആഹാര സാധനങ്ങൾ ഗർഭിണികൾ കഴിക്കരുത്. വേവിക്കാത്ത ആഹാര സാധനങ്ങളിൽ ബാക്ടീരിയകൾ, വൈറസുകൾ മുതലായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണ്. വേവ് കുറഞ്ഞ മാംസവും പച്ച മാംസവും ആദ്യ 3 മാസങ്ങളിൽ കഴിക്കരുത്. നന്നായി പാചകം ചെയ്ത ശേഷം മാംസം ചൂടോടെ കഴിക്കുക. 12ാമത്തെ ഫുഡ്, മദ്യം. ഗർഭിണികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നാണ് മദ്യം. എത്ര കുറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിലും മദ്യം ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കും. മദ്യപിക്കുന്ന ഗർഭിണികളിൽ നിന്നും മദ്യത്തിന്റെ അംശം പ്ലാസന്റ വഴി കുഞ്ഞിന്റെ ശരീരത്തിലെത്തുന്നു. ഇത് കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം, ഹൃദയവാൽവിന് തകരാർ, പഠന വൈകല്യങ്ങൾ തുടങ്ങി പല വൈകല്യങ്ങൾക്കും കാരണമാകും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് ഗർഭകാലത്ത് ഒഴിവാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ്. ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി ആദ്യ 3 മാസങ്ങളിൽ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.